ഇത് ഡിഫോൾട്ട് 400 വന്നു. ഈ ടെംപ്ലേറ്റ് വ്യത്യാസം ഓരോ ടെംപ്ലേറ്റിനനുസരിച്ച് വ്യത്യാസമുണ്ട്. മറ്റേ ടെംപ്ലേറ്റ്സൊക്കെ 325 305 അങ്ങനത്തെ റേഞ്ചിലാണ്. ഇതിൽ യൂണിറ്റൊക്കെ വ്യത്യാസമുണ്ട്. കണ്ടതിലെ ഇതും വ്യത്യാസമുണ്ട്. അവിടെ ക്ലാസ് എടുക്കുന്നത് ഇങ്ങനത്തെ ടൈപ്പിലാണ്. യൂണിറ്റ്സ് മാത്രം വ്യത്യാസമുണ്ട്. നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമല്ലോ. സീലിംഗ് സെറ്റ് ചെയ്യുക, ലൈറ്റിങ് ഇട്ടിട്ട് വോൾ വരയ്ക്കുക. ഇതൊന്നും വരയ്ക്കേണ്ട ശരിക്കും ആവശ്യമില്ല. സീലിംഗ് സെറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. നമുക്ക് എല്ലാത്തിലും തരും. പിന്നെ ഓരോന്നായിട്ട് നമ്മൾ അങ്ങനെ മാറ്റി മാറ്റി ചെയ്യണ്ട. ഇത് നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ്ട. സീലിംഗ് ഇലക്ട്രിക്കൽസ് ഇതിൽ 2 ഉള്ളത് മെയിനായിട്ട്. ലൈറ്റിംഗ് ഉണ്ട്, പിന്നെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈറ്റിങ്ങിൽ നമ്മൾ ലൈറ്റ്സിൻ്റെ ഇതൊക്കെ വെക്കുന്നത്, പവർ കൊടുക്കുന്നത് ഇതൊക്കെ കൊടുക്കുന്നത് ഇതിലായിരിക്കും, പവറിലായിരിക്കും കൊടുക്കുക. ഞാൻ സീലിംഗ് ഇലക്ട്രിക്കൽ സെലക്ട് ചെയ്തു. സീലിംഗ് ഇലക്ട്രിക്കൽ സെലക്ട് ചെയ്തതിന് ശേഷം സിസ്റ്റംസിൽ ഇനിയുള്ളത് നമ്മൾ ഇതാണ് ഇലക്ട്രിക്കലിൻ്റെ ഇത്രയും പോർഷൻസ്. വയേഴ്സ് മെയിനായിട്ടുള്ളത് 3 ടൈപ്പ് വയേഴ്സിനുള്ളത്. ആർക്ക് വയർ, ചാംഫേർഡ്, സ്പ്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആർക്ക് വയർ ആകുമ്പോൾ നമ്മൾ നോർമൽ ആർക്ക് പോലെ ആയിരിക്കും കണക്ഷൻ വയർ, 3 പോയിൻറ്റ്സിനനുസരിച്ച്. പിന്നെയുള്ള വയർ എന്ന് പറഞ്ഞാൽ സ്പ്ലൈനാണ്. സ്പ്ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ഷൻ ഇങ്ങനെ വളച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സ്പ്ലൈൻ എന്നുള്ള വയർ. പിന്നെ ഉള്ളതിന് ചാംഫേർഡ് എന്നുള്ളത്. ചാംഫേർഡ് എന്ന് വെച്ചാൽ ഒരു കട്ടിങ് പോലെ ഉണ്ടായിരിക്കും. ചാംഫേർഡ് വയർ. സ്പ്ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നുമില്ലെങ്കിൽ ആർക്ക് അല്ലെങ്കിൽ ചാംഫേർഡ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് വരയ്ക്കാൻ. ഓക്കെ, മെയിനായിട്ട് 3 ടൈപ്പ് വയേഴ്സ് ഉള്ളതാണ്. ചാംഫർ, സ്പ്ലൈൻ. പിന്നെ ഇതൊക്കെ കേബിൾ ട്രാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടവറൊക്കെ കണ്ടിട്ടില്ലേ, ടവറിൽ ലാഡർ പോലെ കണ്ടിട്ടില്ലേ, കേബിൾസൊക്കെ അതിലേക്ക്. അതായത് ഇങ്ങനത്തെ 2 ടൈപ്സ്. ഒരെണ്ണം ലാഡർ ടൈപ്പ് ഉണ്ട്, ഒന്ന് നോർമൽ പ്ലെയിൻ ടൈപ്പ് ഉണ്ട്. ഇതിൽ കൂടെ ആയിരിക്കും നമ്മളെ വയേഴ്സ്, കേബിൾസ് അതൊക്കെ പോവാം. മാക്സിമം യൂസ് ചെയ്യുന്നത് ടവർ അങ്ങനത്തെ ഇതിലൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. ഇപ്പോൾ സീലിങ്ങിൻ്റെ മേലെ കൂടെ പൈപ്പ്സൊക്കെ പോകുന്നുണ്ട്, കുറേ പൈപ്പ്സ് ഇലക്ട്രിക്കലിൻ്റെ. അത് ചിലപ്പോൾ വളയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വളയാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ലാഡർ വെച്ച് കൊടുക്കും മേലെ. ഇപ്പോൾ സാധാരണ ചെറുത് ഇങ്ങനത്തെ ചെറുത് കണ്ടുണ്ടാവും. ഇപ്പോൾ സീലിങ്ങിൻ്റെ മേലെ വെക്കുമ്പോൾ ഇതിൻ്റെ മേലൊക്കെ ഉണ്ട് ഒരു ചെറിയ സംഭവം സ്റ്റീലിൻ്റെ, മേലെ ഒരു ഇത് പോയിട്ടുണ്ടാവും. അതിൻ്റെ മേലെ കൂടെ ആയിരിക്കും ചിലപ്പോൾ വയേഴ്സൊക്കെ പോയിട്ടുണ്ടാവും. കാരണം ഇതിന് വെയിറ്റ് താങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഇതിനൊക്കെ യൂസ് ചെയ്യാനാണ് കേബിൾ ട്രേ എന്ന് പറയുന്നത്. എനിക്ക് കേബിൾ ട്രേ ജസ്റ്റ് വരച്ച് കൊടുക്കാനാണ്, ഹൈറ്റ് സെറ്റ് ചെയ്യുക, വരച്ച് കൊടുക്കാനുള്ളതാണ്. പിന്നെ കോൺഡ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് പാനൽ ബോർഡ് ഇങ്ങനത്തെ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടായിരിക്കില്ല. സ്വിച്ച് ബോർഡിൽ നിന്ന് നമുക്ക് കണക്ഷൻ, അതായത് പൈപ്പ്, സാധാരണ പൈപ്പ് PVC പൈപ്പ് പോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കോൺഡ്യൂട്ട് എന്നുള്ളത്. 2 പാനൽ ബോർഡ് നമ്മൾ കണക്ട് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വയർ എടുക്കണമെന്നില്ല, നമ്മൾ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അതിനൊരു ഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കണക്ഷൻ മാത്രം കാണിച്ചു തരണുള്ളൂ. എങ്ങനെയാണ് കണക്ട് ചെയ്യണത്, ഏത് പൊസിഷനിൽ കൂടെ കണക്ട് ചെയ്യണത് അതൊന്നും കാണിക്കാൻ പറ്റില്ല. ജസ്റ്റ് നമ്മളൊരു ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമ്മലേക്ക് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം സ്വിച്ചുമ്മലേക്ക്. പക്ഷേ ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ പോയി അങ്ങനെ കണക്ട് ചെയ്യണമെന്നില്ല, കാണിക്കുന്നില്ല. കാണിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇത്ര ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്, ഇത്ര സ്വിച്ച് ഉണ്ട്, അത് മാത്രം കാണിക്കുന്നുള്ളൂ. അതിൽ കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡില്ല. ഓക്കെ, അതിന് കോൺഡ്യൂട്ട് എന്ന് പറയുന്നത്. പാരലൽ കോൺഡ്യൂട്ട്സ് എന്ന് വെച്ചാൽ അറ്റ് ടൈം രണ്ടോ മൂന്നോ ഇത് യൂസ് ചെയ്യുന്നതാണ് അറ്റ് ടൈമിൽ. ഇതൊക്കെ ബെൻഡും ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. പിന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്, ഡിവൈസ്, ലൈറ്റിംഗ് ഫിഷേഴ്സ്, ഇത് 3 ഇമ്പോർട്ടൻറ്റ് ആണ്.
ഇലക്ട്രിക്കലിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ 3 പോർഷൻ. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൽ ഉണ്ടാവുന്നത് പാനൽ ബോർഡ് ഉണ്ടായിരിക്കും, ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടായിരിക്കും. അതാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യുക പാനൽ ബോർഡ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ട്രാൻസ്ഫോമറിൽ നിന്ന് നമുക്ക് പാനൽ ബോർഡിലേക്ക് കണക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ട്രാൻസ്ഫോമറിൽ നിന്ന് പാനൽ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ഷനൊക്കെ എല്ലാം ഒരു സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ട്രാൻസ്ഫോമറിൽ നിന്ന് ഇപ്പോൾ 450 വോൾട്ടേജിൻ്റെ 15 kV ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പാനൽ ബോർഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പാനൽ ബോർഡ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും നമ്മളെ വോൾട്ടേജ് അനുസരിച്ച്. ഇതിന് മെയിനായിട്ട് മെക്കാനിക്കൽ അല്ല ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലുള്ള മെയിൻ പാർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാനൽ ബോർഡാണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഡിവൈസ് എന്നുള്ളത്. ഡിവൈസിൽ നമ്മൾ സ്വിച്ചസ്, ഫയർ അലാറം അങ്ങനത്തെ കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാകും. ഇലക്ട്രിക്കൽ ഫിക്സ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലഗ്, സോക്കറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ വരുന്നത് ഇലക്ട്രിക്കൽ ഫിക്സ്ചേഴ്സിൽ വരുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഇത് ടവർ അങ്ങനത്തെ ഇതൊക്കെ വരുന്നത്. ഇതൊന്നും നമുക്കില്ലാത്തതാണ്. വെക്കണമെങ്കിൽ വെക്കാം, ഡാറ്റാസ് ഇതൊക്കെ വെക്കാം, പക്ഷേ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് നമുക്ക് വേണം. ഓക്കെ, ഇലക്ട്രിക്കൽ ഫിക്സ്ചേഴ്സ് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവങ്ങളാണ്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്, ഫയർ അലാറം, ലൈറ്റിംഗ്, ഇതൊക്കെ ടെലിഫോണിൻ്റെ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ടെലിഫോൺ വെക്കണമെങ്കിൽ ടെലിഫോണിൻ്റെ ഒരു കണക്ഷൻ വേണം, വയർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതല്ലാതെ ഒരേ മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് വയ്ക്കാൻ, ഇത് വയ്ക്കണമെന്ന് വെച്ചാൽ നമ്മൾ പ്ലഗ് ഒക്കെ വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഫയർ അലാറം, തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളല്ലെങ്കിൽ ഇപ്പോൾ മാളിൽ എവിടെ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ലിഫ്റ്റ് ഉണ്ടാവും. ലിഫ്റ്റിൻ്റെ സൈഡിൽ തന്നെ കണ്ടിട്ടുണ്ടാവും ബ്രേക്ക് ആൻഡ് പുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അതിന് മേലെ തന്നെ റെഡ് കളറിൽ ബോക്സും കാണാം, സ്പീക്കർ ഫോൺ പോലെ. അതിന് ഫയർ അലാറം യൂസ് ചെയ്യണം. ഇപ്പോൾ അറ്റ് എ ടൈമിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഡിറ്റക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട്, സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഫയർ അലാറം ഇതാക്കുന്നത്. അതായത് സെൻസ് ചെയ്യും. 2 ടൈപ്പ് ഡിറ്റക്റ്റേഴ്സിനുള്ളത്, ഹീറ്റും സ്മോക്കും. ആ 2 ഡിറ്റക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അലാറത്തിൽ ഇതാക്കി. അപ്പോൾ ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ലൈറ്റിംഗ് ഫിക്സ്ചേഴ്സ്, ഇതിലാണ് നമുക്ക് ആവശ്യമായ ലൈറ്റ്, സീലിംഗ് ലൈറ്റ്, നോർമൽ ലൈറ്റ്, പിന്നെ ബെഡ് ലാമ്പ്, അങ്ങനത്തെ കുറേ ടൈപ്സ് ഇല്ല. അല്ലാതെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക ലൈറ്റിംഗ് ഫിക്സ്ചേഴ്സിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിൽ മെയിനായിട്ട് ഒരെണ്ണം ഉണ്ടാവുള്ളൂ, അതിന് കുറേ സൈസസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ലോഡ് ചെയ്തെടുക്കേണ്ടത്. 3 പോർഷനും ഇതിൽ വരുന്നത് ഇലക്ട്രിക്കലിൽ. ഫസ്റ്റ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് സ്വിച്ചാണ്. കാൽക്കുലേഷൻ. ഫസ്റ്റ് നമ്മൾ പാനൽ ബോർഡ് വയ്ക്കാം. പാനൽ ബോർഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് സെലക്ട് ചെയ്യുക. പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ അപ്ലയൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈറ്റിംഗ് ആൻഡ് അപ്ലയൻസ് പാനൽ ബോർഡ് 208 MLO എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് മെയിനായിട്ട് പാനൽ ബോർഡ് 2 ടൈപ്പിലാണ് നമുക്കുള്ളത് കേരളത്തിലും ഇന്ത്യയിലും. ഇന്ത്യയിൽ എന്ന് പറയുന്നത് ടോട്ടലായിട്ട് സിംഗിൾ ഫേസും 3 ഫേസും ഉണ്ട്. അതിൽ സിംഗിൾ ഫേസിൻ്റെ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 230 വോൾട്ടേജിന് സിംഗിൾ ഫേസിന്, 3 ഫേസിനാകുമ്പോൾ 415 415. ഓക്കെ, ഇത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള വോൾട്ടേജിലുള്ള പാനൽ ബോർഡ് അല്ല, ഇത് വേറെ സ്റ്റാൻഡേർഡാണ്. 208 ഒരിക്കലും ഇന്ത്യയിലത്തെ ഒരു വോൾട്ടേജ് അല്ല. 230 നോർമലി നമ്മളെ വീട്ടുകളിലൊക്കെ സാധാരണ സിംഗിൾ ഫേസാണ് യൂസ് ചെയ്യുക. പിന്നെ വലിയ ബിൽഡിങ്സ്, ഇപ്പോൾ വലിയ വീടുകളിലേക്കൊക്കെ ഉണ്ടാവും 3 ഫേസ് കണക്ഷൻ. പക്ഷേ നോർമലായിട്ട് എല്ലാ വീട്ടുകളിലും സിംഗിൾ ഫേസിൻ്റെ കണക്ഷൻ ആയിരിക്കും. പിന്നെ വലിയ ബിൽഡിങ്സ്, വലിയ വീട്, കുറേ AC, കുറേ ഫ്രിഡ്ജുള്ള വീട്, അങ്ങനത്തെ ഇതിലൊക്കെ ആയിരിക്കും 3 ഫേസ് യൂസ് ചെയ്യുക. സിംഗിൾ ഫേസും 3 ഫേസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കുറേ. സിംഗിൾ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈമിൽ 2 വയറിൻ്റെ കണക്ഷൻ ഉണ്ടാവുള്ളൂ. ഒന്ന് ന്യൂട്രലും ഉണ്ടാവും, ഒരു ഫേസും ഉണ്ടായിരിക്കും. 3 ഫേസ് ആകുമ്പോൾ 3 ഫേസസ് ഉണ്ടായിരിക്കും, ഒരു ന്യൂട്രലും ഉണ്ടായിരിക്കും. 4 വയറിൻ്റെ കണക്ഷനാണ് വരും. അപ്പോൾ ഒരു ഫേസ് കട്ടായി പോയി കഴിഞ്ഞാലും ബാക്കിയുള്ള 2 ഫേസിൽ നിന്ന് നമുക്ക് കറണ്ട് കിട്ടും. 3 ഫേസ് ഉണ്ടാവും, ഒരു ന്യൂട്രലുണ്ട്, 4 വയറായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫേസ് കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പോവില്ല. നമുക്ക് മറ്റേ ഒന്ന് തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫേസിൽ നിന്ന് നമുക്ക് കറണ്ട് എടുക്കാം. അങ്ങനത്തെ ഒരു യൂസ് ഉണ്ട് 3 ഫേസ് ആകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഇത് വെച്ചിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പാനൽ ബോർഡ്. ഇപ്പോൾ ഞാൻ 208 MLO 100 ആംപിയറിൻ്റെ പാനൽ ബോർഡ് സെലക്ട് ചെയ്തിട്ട് ഇത് വെക്കേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളും പ്ലേസ് ചെയ്ത് കൊടുക്കുക.
പ്ലേസ് ചെയ്ത് കൊടുക്കുക. പ്ലേസ് ചെയ്തതിന് ശേഷം മോഡിഫൈ ചെയ്യുക. മോഡിഫൈ ചെയ്തിട്ട് വീണ്ടും ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നടക്കുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം രണ്ടായിട്ടാണ് കിടക്കുന്നുണ്ടാവുക. ഇത് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. രണ്ടും മാറ്റിയിട്ട് ഒരെണ്ണം ഉണ്ടായിരിക്കണം, ഒന്നോ രണ്ടോ ഉണ്ടായിരിക്കണം. സെലക്ട് ചെയ്യുക 120 208 സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിൻ്റെ വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. വൈന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? സ്റ്റാർ കണക്ഷൻ നമ്മളെ വീട്ടുകളിൽ യൂസ് ചെയ്യുന്ന സ്റ്റാർ കണക്ഷനാണ്. ഒരു സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് RYB എന്ന് പറയും. അതായത് ഒരു 3 ഫേസസ് ആണ്, സെൻറ്റർ ന്യൂട്രലായിരിക്കും. അതായത് ഒരെണ്ണത്തിൻ്റെ ഫേസും ഒരെണ്ണത്തിൻ്റെ ന്യൂട്രലും കൊടുത്തിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. അങ്ങനെ മാനുവലായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഇപ്പോൾ തിരിച്ച് കഴിഞ്ഞാൽ ഈ ഫേസ് പോയി കഴിഞ്ഞാൽ ഇതും ഈ ന്യൂട്രലും യൂസ് ചെയ്തിട്ട് നമുക്ക് കറണ്ട് കിട്ടും. അതേപോലെ ഇത് രണ്ടും കട്ടായി പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്കെടുത്ത് യൂസ് ചെയ്യാം. ഒരു സ്റ്റാർ വൈന് സാധാരണ യൂസ് ചെയ്യാം. അതിന് വൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തായാലും ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. കൊടുക്കണം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ചസ് വയ്ക്കണം. സ്വിച്ചസ് വയ്ക്കാം. ഈ സംഗതി ഉണ്ടല്ലോ, ഈ പാനൽ ബോർഡ്, ഈ പാനൽ ബോർഡ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെക്കണില്ല, ബ്രേക്കർ സിസ്റ്റം DB അല്ലേ, ഡിസ്ട്രിബ്യൂഷൻ. അതും പാനൽ ബോർഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് പാനൽ ബോർഡായിട്ടാണ്. പിന്നെ മെയിനും മീറ്ററും വേറെ അല്ലേ, അതും പാനൽ ബോർഡിൽ. ഇത് മെയിനായിട്ട് പാനൽ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന പാനൽ ബോർഡ് DB ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ശരിക്കും ബിൽഡിങ്സിൻ്റെ പാനൽ ബോർഡ് എന്ന് വെച്ചാൽ വലിയ റൂം, വലിയൊരു ഉണ്ടായിരിക്കും. അതിനുവേണ്ടി വേറെ റൂം. പക്ഷെ ഇതിൽ പാനൽ ബോർഡ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡായിട്ട് പറയുന്നത് DB. അതിൽ കുറേ സർക്യൂട്ട്സ്, ഒരു ബ്രേക്ക് ഇങ്ങനെ തിരിക്കുന്ന മാത്രം ഉണ്ടായിരിക്കുള്ളൂ, ഒരു സ്ട്രക്ചർ പോലെ. അതായത് ഫുള്ള് ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഫുൾ വയറിങ്ങിൻ്റെ റൂമായിരിക്കും, കൺട്രോൾ റൂമും അല്ലേ, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് വെക്കണം. സ്വിച്ച് വെക്കാൻ വേണ്ടി ഡിവൈസിൽ ലൈറ്റിംഗ് പറയാം. ഇവിടെ ബ്രേക്കേഴ്സ് ഇതൊക്കെ ഉണ്ടാവും. സർക്യൂട്ട് ബ്രേക്കർ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് നമുക്ക് സെപ്പറേറ്റ് വെക്കാം. എന്നിട്ട് അതിന് മാത്രം ആ സെക്ഷനിൽ മാത്രം സർക്യൂട്ട് ബ്രേക്കർ നമുക്ക് അപ്ലൈ കൊടുക്കാം. ഇപ്പം നമുക്ക് വേണ്ടത് നമുക്ക് 3-വേ സ്വിച്ച് വേണം, സിംഗിൾ പോൾ സ്വിച്ച് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണമെന്ന് വെക്കാം. 3-വേ സ്വിച്ച് എന്ന് വെച്ചാൽ അറ്റ് എ ടൈമിൽ 3 ലൈറ്റ് ആവും. അതായത് 3 സൈഡിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. 2-വേ കേട്ടിട്ടില്ല, ഇത് 3-വേ 3 പൊസിഷനിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് 3-വേ എന്ന് പറയുന്നത്. 2-വേ ആകുമ്പോൾ നമ്മളിപ്പോൾ ബെഡ് സ്വിച്ച് ഉണ്ടായിരിക്കും, ഫ്രണ്ടിൽ ഇപ്പോൾ ഡോറിന് കയറുമ്പോൾ തന്നെ ഉണ്ടായിരിക്കും ഒരു സ്വിച്ച്. അത് 2-വേ ആണ്. 3-വേ ആകുമ്പോൾ 4 ഉണ്ടാവും. മാസ്റ്റർ സ്വിച്ച് ആകുമ്പോൾ വെച്ചാൽ ഒരു സ്വിച്ചുമ്മ എല്ലാ ലൈറ്റും സാധാരണ നമ്മൾ യൂസ് ചെയ്യുക. അല്ലാതെ മാസ്റ്റർ സ്വിച്ച് ആയിട്ടാണ് മാളുകളിലൊക്കെ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം 6 ഇപ്പോൾ ഒരു ഇതുണ്ടെങ്കിൽ സ്റ്റോറുണ്ടെങ്കിൽ ഫുള്ള് കത്തും മേൽഭാഗത്ത്. സ്വിച്ച് ഇപ്പോൾ ഞാൻ സിംഗിൾ പോൾ സെലക്ട് ചെയ്യണം. ഒറ്റ സ്വിച്ച് മതി എന്ന് വിചാരിക്കുക. സിംഗിൾ പോൾ ഞാൻ സെലക്ട് ചെയ്ത് 3-വേ സെലക്ട് ചെയ്തു കൊണ്ട് വോളും പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട്. ഇതിന് വേണ്ടി സെപ്പറേറ്റ് ബോർഡ് അങ്ങനത്തെ ഒന്നുമില്ല. ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ 3D മാത്രമല്ലേ അറിയുള്ളൂ. 3Dയിൽ അടിയിലേക്ക് ആരോ കാണിച്ചു കഴിഞ്ഞാൽ ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാമറ സെലക്ട് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ റിയലിസ്റ്റിക് ആക്കി കൊടുക്കുക. ഇത് ഇലക്ട്രിക്കലുമായിട്ട് ഒരു കോർഡിനേഷൻ ആക്കി കഴിഞ്ഞാൽ എല്ലാതും കാണും. ഇങ്ങനെ ഉണ്ടാവും. നമുക്കിപ്പോൾ അടുപ്പിച്ച് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യും. ഓക്കെ, സ്വിച്ചസ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ സ്വിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ 3 സ്വിച്ചസ് വെച്ചു. ഇനി വെക്കേണ്ടത് നമുക്ക് എന്നിട്ട് ലൈറ്റ് വെക്കണം.
3 എന്ന് പറയുമ്പോഴാണ് ഇവിടെ 3 വരുന്നത്. ആ 3 വരുന്നത്. സിംഗിള് ഒന്നും വരുന്നത്. ലൈറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ സീലിംഗ് ലൈറ്റ് വയ്ക്കാം. സീലിംഗ് ലൈറ്റ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിംഗ് ഫിക്സേഴ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ലോഡ് ഫാമിലി പോവുക. പിന്നെ പ്ലഗ് ഇൻ RAC batteries metric electrical MP electrical power appliance fan ഒക്കെ പാനൽ ബോർഡ് അതിലുണ്ട്, നമുക്കുണ്ടല്ലോ അതിലുണ്ട്. lighting fixtures unbalanced ceiling lighting ഇൻറ്റേർണലുണ്ട്, എക്സ്റ്റേണലുണ്ട്. നമുക്ക് വേണ്ടത് ഇൻറ്റേർണലാണ്, ഉള്ളിൽ യൂസ് ചെയ്യുന്നത്. അതിൽ സീലിംഗ് ലൈറ്റ് വേണം. കുറേ ടൈപ്സ് ഉണ്ടായിരിക്കും, ലൈറ്റ്സ് കുറേ ടൈപ്സ് ഉണ്ട്. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് സീലിംഗ് ലൈറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ സീലിംഗ് ലൈറ്റ് സെലക്ട് ചെയ്യുക, ഓപ്പൺ പറയാം. ഓപ്പൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെർട്ടിക്കലായിട്ടാണ് കിടക്കുന്നത്. വെർട്ടിക്കലായിട്ട് വെച്ച് കഴിഞ്ഞാൽ സീലിംഗ് പോലെ ഇങ്ങനെ ആയിട്ട് നിൽക്കുക, രണ്ട് സൈഡിലായിട്ട്. അങ്ങനെ വെക്കാൻ പാടില്ല. അപ്പോൾ പ്ലേസ് ഓൺ ഫേസ് പറയും. പ്ലേസ് ഓൺ ഫേസ് പറഞ്ഞിട്ട് എവിടെയൊക്കെ ലൈറ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കൊടുക്കുക. പ്ലേസ് ചെയ്ത് കൊടുത്തു. പ്ലേസ് ചെയ്തിട്ട് മോഡിഫൈ പറയാനെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമ്മളുടെ പാനൽ ബോർഡായി, സ്വിച്ചസായി, ലൈറ്റായി. ഇനി നമുക്കിത് കണക്ട് ചെയ്യും. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്ത് കൊടുത്തു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതിന് ശേഷം പിന്നെ കണക്ഷൻ ചെയ്യേണ്ടത് സ്വിച്ചും പാനൽ ബോർഡായിട്ട് കണക്ട് ചെയ്യണം. സ്വിച്ചും പാനൽ ബോർഡായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്വിച്ച് സെലക്ട് ചെയ്യുക. സ്വിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം എല്ലാതും നമ്മൾ ഓരോന്നായിട്ട് കൊടുക്കണം. സ്വിച്ച് സെലക്ട് ചെയ്യുക. സ്വിച്ച് സെലക്ട് ചെയ്തിട്ട് പവർ പറയാം, 120 വോൾട്ടേജ്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. സെലക്ട് പാനലുണ്ട് ഇവിടെ, സെലക്ട് പാനൽ വന്നിട്ട് പാനൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓട്ടോമാറ്റിക്കിന് വയർ വരും. വയർ വന്നു കഴിഞ്ഞാൽ ഏത് ടൈപ്സ് വയറാണ് വേണ്ടത് ജസ്റ്റ് ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. ചാംഫേർഡ് ആണെങ്കിൽ ചാംഫേർഡ് സെലക്ട് ചെയ്യുക, ആർക്കാണെങ്കിൽ ആർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ കണക്ഷൻ വരും. അതേപോലെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുക, പവർ പറയാം, ഓക്കെ പറയാം, സെലക്ട് പാനൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ചാംഫേർഡ് കൊടുക്കുന്നത് ചാംഫേർഡ്. അതേപോലെ ഇത് പവർ പറയാം, ഓക്കെ, സെലക്ട് പാനൽ സെലക്ട് ചെയ്യും, ഓക്കെ അല്ലേ. ഇത് കണക്ഷൻ കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എല്ലാ സ്വിച്ചുമ്മേലേക്കും പവർ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ലൈറ്റ്സിലേക്ക് കൊടുക്കണം. ഇപ്പം എനിക്ക് ഒറ്റ ലൈറ്റിലേക്ക് ഒരു സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ സിംഗിൾ പോളല്ല, ഒറ്റ സ്വിച്ചിലേക്ക് ഞാൻ ഇത് ഫസ്റ്റ് ലൈറ്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ സ്വിച്ച് എന്ന് പറഞ്ഞു, സ്വിച്ച് പറഞ്ഞതിന് ശേഷം സെലക്ട് സ്വിച്ച്
സ്വിച്ച് ഏത് സ്വിച്ച് മേലേക്കാണ് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടത് ആ സ്വിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡോട്ടഡ് ലൈനിൽ വരും. ഓക്കെ. പക്ഷേ ഇതിൽ സ്വിച്ചിൻ്റെ കണക്ഷൻ മാത്രം കൊടുത്തിട്ടുള്ളൂ, പവർ കൊടുത്തിട്ടുള്ളൂ. പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ലൈറ്റ് തന്നെ സെലക്ട് ചെയ്യും. അപ്പോൾ പവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. പവർ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് സർക്യൂട്ട് പറയാം, ആഡ് ടു സർക്യൂട്ട് പറഞ്ഞിട്ട് ആ സ്വിച്ച് തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ. സ്വിച്ച് സെലക്ട് ചെയ്തിട്ട് ഫിനിഷ് പറയാം. എന്നിട്ട് ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക, കേഴ്സർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ടാബ് അടിക്കുക. സെലക്ട് ചെയ്തിട്ട് ഏത് വയറോ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, കണക്ഷൻ വരും. ഓക്കെ അല്ലേ? നമുക്കിനി ഈ 3 ലൈറ്റും ഒരു സ്വിച്ച് മേലേക്ക് കണക്ട് ചെയ്യണം. അല്ല, നമ്മൾ ഒറ്റ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ 3 ലൈറ്റും കത്തണം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ലൈറ്റ് സെലക്ട് ചെയ്യുക, സ്വിച്ച് പറയാം, സ്വിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ലൈറ്റ് സെലക്ട് ചെയ്യുക, സ്വിച്ച് പറയുക, സെലക്ട് സ്വിച്ച് പറയുക, സ്വിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡോട്ടർ ലൈൻ വരും. അതിനുശേഷം വീണ്ടും ലൈറ്റ് സെലക്ട് ചെയ്യുക, പവർ പറയുക, എഡിറ്റ് സർക്യൂട്ട്, ആഡ് ടു സർക്യൂട്ട്, ഈ സ്വിച്ചും സെലക്ട് ചെയ്യുക, ബാക്കി 2 ലൈറ്റും സെലക്ട് ചെയ്യുക. ഇതും വേണമെന്ന് വെച്ചാൽ അതും സെലക്ട് ചെയ്യുക. ഫിനിഷ് പറയാം. എന്നിട്ട് ശേഷം ജസ്റ്റ് ടാബ് അടിക്കുക. ടാബ് 3 പ്രാവശ്യം അടിക്കുമ്പോൾ ഇങ്ങനെ കണക്ഷൻ. എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വയർ ഏതാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം. മറ്റേ ടൈമിൽ ഇങ്ങനെ കൊടുക്കാം. പക്ഷെ നമ്മൾ സാധാരണ ഇങ്ങനെയല്ല, നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല. ഇത് ജസ്റ്റ് കണക്ഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. വയറിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇവിടേക്ക് കാണിച്ച് ഇതിങ്ങനെ കൊടുക്കാം. അത് നമുക്ക് പൈപ്പ് വരച്ച് കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മളെ കണക്ഷൻ വരെ ഇങ്ങനെ കറക്റ്റ് അങ്ങനെ വരില്ല. അങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് വരച്ചിട്ട് കാര്യമില്ല. കണക്ഷൻ കാണിക്കണമെങ്കിൽ ഇങ്ങനെ കാണിക്കണ്ട, കാണിക്കില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇത് കാണിക്കും. അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ഹോട്ട് കണ്ടക്ടേഴ്സ് ഇവിടെ 3 വരെ കണ്ട, ഒരെണ്ണം ഹോട്ട് കണ്ടക്ടർ, ഒരെണ്ണം ന്യൂട്രൽ കണ്ടക്ടർ, ഒരെണ്ണം ഗ്രൗണ്ട്. അതായത് ഹോട്ട് എന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ് ആണ്. ഹോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ആണ്. ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ, സാധാരണ ന്യൂട്രൽ, ഗ്രൗണ്ട്. ആ 3 ടൈപ്പാണ് വേണ്ടത്. ഇപ്പോൾ ലൈറ്റിനൊക്കെ ആകുമ്പോൾ നമുക്ക് ഗ്രൗണ്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ 0 ആക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 വയറാണ് കണ്ടോ. അപ്പോൾ ഫേസ് 2 വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് 2 ഫേസ് ആക്കി കൊടുക്കും. 2 എത്ര വയർ വേണം എന്നുള്ളതാണ്. സാധാരണ ഒരു ഫേസ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഗ്രൗണ്ട് വേണ്ടാത്ത ഇതിലൊക്കെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ആ വയറിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് കണക്ഷൻ വരുന്നത്. ഓക്കെ. ഇപ്പോൾ വേറെ മെത്തേഡിൽ നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവലായിട്ട് വരച്ചു കൊടുക്കണം. വരച്ചു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏത് ടൈപ്പ് വയർ വേണമെന്ന് വെച്ചാൽ ആർക്ക് വയർ വേണമെന്ന് വെച്ചാൽ ആർക്ക് വയർ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ സെൻട്രൽ പൊസിഷനിൽ വരുമ്പോൾ ഒരു സർക്കിൾ പോലെ വരും. ഇതിൻ്റെ ഈ എൻഡിലായി പിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആർക്കാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇവിടെ പിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡിൽ ഇതിങ്ങനെ കണക്ട് ചെയ്യുക. പിന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. മറ്റേ ടൈമിൽ എല്ലാതും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല ഇവിടേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് വെച്ചാൽ ഇവിടേക്ക് കൊടുക്കാം. പിന്നെ ഇതുമെന്ന് നമുക്ക് ലൈറ്റ് മേലേക്ക് കണക്ട് ചെയ്യണം. അപ്പം ഞാൻ വീണ്ടും ഇപ്പോൾ ചാംഫേർഡ് വെച്ചിട്ട് കാണിച്ചു തരാം. ചാംഫേർഡ് സെലക്ട് ചെയ്തു, എൻ പോയിന്റ് പിക്ക് ചെയ്തു, എനിക്ക് ഇങ്ങനെ പോയിട്ട് വേണം കണക്ട് ചെയ്തു, പിക്ക് ചെയ്തു.
ഇങ്ങനെ കണക്ട് ചെയ്യാം. പക്ഷെ ഇതിൽ വയർ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ 1 ഇവിടെ 1 ഇങ്ങനെയും കണക്ട് ഓക്കെ അല്ലേ. ഇനി അതേപോലെ ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ഡയറക്റ്റ് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ കൊടുക്കാം. ഇതുപോലെ ഇങ്ങോട്ട് വരും. ഇങ്ങനെ കണക്ട് ചെയ്യാം. പക്ഷെ അതാണെങ്കിൽ നമ്മളിങ്ങനെ ടാബ് അടിക്കുമ്പോൾ ഒരു സെലക്ഷൻ പോലെ കാണിക്കും, ഇതേപോലെ കാണിക്കും. ഒരു സ്വിച്ച് മേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും കാണിക്കും. പക്ഷെ അത് ഇങ്ങനെ ഒരു ബോക്സ് പോലെ കാണിക്കും. കറക്റ്റ് പവറും സ്വിച്ചും കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ഓട്ടോമാറ്റിക് കണക്ഷനിൽ കൊടുക്കുമ്പോൾ.